എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് ഈ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പതിവ് ജോലികളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നും പറയുന്നത് പോലെ നമ്മളുടെ രാവിലത്തെ 4 മണി തൊട്ടുള്ള ജോലികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് കഞ്ഞിയൊക്കെ തിളപ്പിച്ച് വേവിച്ച് വാർത്ത് അതിന് ശേഷം തേട്ട ഞാനൊരു രസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രസമാണ് ഉണ്ടാക്കിയത്. അപ്പം മാസാവസാനം ആയതുകൊണ്ട് കുറച്ചൊന്ന് വലിച്ചു പിടിച്ചാണ് നമ്മൾ പോകുന്നത്. കാരണം ഇനി അടുത്ത സാലറിയുടെ സമയത്ത് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാനായിട്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മാസാവസാനം ആകുമ്പോൾ കുറച്ചൊരു ടൈറ്റായിട്ടാണ് പോകുന്നത്. എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാലും നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോഴത്തേന് വേണ്ട നമ്മൾ രസമാണ് ഇന്ന് ഉണ്ടാക്കിയതിന് ശേഷം വേണ്ട ഇന്ന് പയറുതോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വൻപയർ തോരൻ. അപ്പോൾ അത് ഞാൻ കുക്കറിനകത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. രസം നേരത്തെ ഉണ്ടാക്കിയായിരുന്നു. രസമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നേരത്തെ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോഴത്തേന് വേണ്ട നമ്മൾ കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് തോരനായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ആ എണ്ണയിലോട്ടിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനോട് കായും മത്തങ്ങായും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായി തോരൻ വെക്കാനായിട്ട്. അപ്പം ചേനയോ അതൊക്കെ ഇട്ടാലും ചേനയോ ഇട്ട് തോരൻ വെച്ചാലും ഒക്കെ നല്ലതാണ്. പക്ഷേ അതൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കായും പയറും തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നും ഒരേപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനും തന്നെ ഒരു മടുപ്പല്ലേ. അപ്പം വ്യത്യസ്തമായിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഓരോ ദിവസം ഓരോ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ല കേട്ടോ. കാരണം മുട്ടയും ഇന്നൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. മുട്ടയൊക്കെ ഇരിപ്പുണ്ടെന്നാലും അതൊന്നും എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. ഒരു ദിവസമെങ്കിലും നോൺ വെജ് ഇല്ലാതെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ മീൻ കറി വെച്ചതൊക്കെ ഞാനും ചേട്ടനും മാത്രമാണ് മീൻ കൂടുതലായിട്ടും കൂട്ടുന്നത്. ഇവിടെ മുട്ടയൊക്കെയാണ് ചിക്കനൊക്കെ ആണെങ്കിൽ അവന് വലിയ താല്പര്യമുള്ളൂ. അപ്പോഴത്തേന് ഞാൻ എന്നിട്ട് ഇന്നലെ വൈകിട്ട് കൊണ്ടാണ് മീനൊക്കെ തീർത്തത്. പിന്നെ ഒരു ദിവസം എന്നാൽ മീനില്ലാതെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാരങ്ങാച്ചാറൊക്കെ ഇരിപ്പുണ്ട്, പപ്പടമുണ്ട്, തൈരുമൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്കതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് തോരൻ നമ്മുടെ റെഡി ആകാനായിട്ട് ഞാൻ എല്ലാം ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളമുണ്ട് പയറിനകത്ത്. അതൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും. പിന്നെ ഞാൻ രാവിലെ എളുപ്പപ്പണി എനിക്കും രാഹുലിനും മതി. തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം കൂടെ ഗോതമ്പൊടിക്കകത്തിട്ട് തിരുമ്മി കല്ലേ പരത്തി ഒരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേനും എളുപ്പമാണല്ലോ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ എക്സ്ട്രാ കറി ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. രാവിലെ ഈ എല്ലാം കൂടെ നമുക്ക് നടക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ ചോറിനുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പലഹാരവും കറികളും ഒക്കെ രാവിലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പം പിന്നെ അതിനിടയ്ക്ക് പാത്രങ്ങളൊക്കെ ഓരോന്നും ഞാൻ സിങ്കിനകത്ത് ഇടുന്നുണ്ട്. പിന്നെ രാഹുൽ എഴുന്നേറ്റ് ഇട്ടുണ്ട്. അവന് കട്ടൻ കാപ്പിയാണ് രാവിലെ ഞങ്ങളെല്ലാവരും കുടിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂടിയാണ് ചായ കുടിക്കുന്നത്. അപ്പം കട്ടൻ എല്ലാവർക്കും രാവിലെയും വൈകുന്നേരം പിന്നെ എനിക്ക് മാത്രം മതി, അവർക്ക് വേണ്ട. രാവിലെ നിർബന്ധമാണ് എല്ലാവർക്കും കട്ടൻ. പിന്നെ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് നടക്കാനായിട്ട് പോകും കുറച്ച് നേരം. അപ്പം രാവിലെ ചേട്ടൻ നടക്കാൻ പോയി. അതിന് ശേഷം പിന്നെ ഞാനും രാഹുലും ഉള്ളൂ. അവൻ കുറച്ച് ദിവസമൊക്കെ നടക്കാൻ പോയത്. ഇപ്പം അവൻ മടി പിടിച്ച് കിടക്കും. അവന് മടിയാണ് പോകാനായിട്ട്. ഞാനും ചൂടായതുകൊണ്ട് ഇപ്പം പോകുന്നില്ല. ചൂട് കുറഞ്ഞിട്ട് വേണം എനിക്ക് നടക്കാൻ പോകാൻ. ഇവർ പോയതിന് ശേഷം ഒരു മണിക്കൂർ നടക്കുവാണെങ്കിൽ നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഞാൻ പാത്രം കഴുകാമെന്ന് വിചാരിച്ച് ഒന്നെടുത്തിട്ട് പിന്നെ ഓർത്തു എല്ലാം കൂടെ പിന്നീട് ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ച് മാറിയതാണ്. പിന്നെ നമ്മൾ ഗോതമ്പൊടി കുഴയ്ക്കാനായിട്ട് തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പും കൂടി ഇട്ടിട്ട് ഗോതമ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അട ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതാകുമ്പോൾ അതിവിടെ രാഹുലിന് മൈദ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇഷ്ടമാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഗോതമ്പ് പുട്ടോ മൈദ കൊണ്ട് മൈദപ്പുട്ടോ ഒക്കെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എളുപ്പത്തിനുള്ള പണി നോക്കും. കാരണം കറി ഇതിനൊന്ന് സെപ്പറേറ്റ് ഉണ്ടാക്കണ്ടല്ലോ, കുറച്ച് മധുരം ഇടുന്നതുകൊണ്ട് അത് അവനിഷ്ടമാണ്, അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അട ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. അതിനിടയ്ക്ക് അവൻ എഴുന്നേറ്റപ്പോഴത്തേനും അവന് കാപ്പി കൊണ്ട് കൊടുക്കാനായിട്ട് വിളിച്ചു. അതിനിടയ്ക്ക് കാപ്പി കൊടുക്കാനായിട്ട് പോയി. അപ്പം നമ്മുടെ തോരൻ കറി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പൊതിയെടുക്കണം, ചോറെടുക്കണം. അപ്പോൾ 2 പേരുടെയും പാത്രമൊക്കെ എടുത്ത് വെച്ച് ചോറും 2 പേർക്ക് എല്ലാം സെപ്പറേറ്റ് ആണ് എടുക്കുന്നത്. 2 പേരും ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നെങ്കിലും 2 പേർക്കും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. കാരണം 2 പേരും 2 ടൈമിലാണ് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാം 2 പേർക്കും 2 രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ രസവും പയറുതോരനും ആയതുകൊണ്ട് ഇങ്ങനെ നാരങ്ങാച്ചാറ് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാറില്ല. കാരണം ചോറ് മൊത്തത്തിൽ മിക്സായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പാവെന്നും പറഞ്ഞത് കൊണ്ടുപോകാറില്ല. മാങ്ങാച്ചാറൊക്കെയാണെങ്കിൽ കൊണ്ടുപോകും. നാരങ്ങാച്ചാർ സാധാരണയായിട്ട് ചേട്ടനും രാഹുലും കൊണ്ടുപോകാറില്ല. അവന് പിന്നെ നാരങ്ങാച്ചാറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും അച്ചാറുകളോട് വലിയ താല്പര്യമില്ല. നാരങ്ങാച്ചാർ നല്ല അച്ചാറുകളോട് ഒന്നിനോടും വലിയ താല്പര്യമില്ല. അപ്പോൾ അതേടെ ഞാൻ പാത്രത്തിൽ ചോറൊക്കെ 2 പേർക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ രസവും പയറുതോരനും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അട ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചായയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു കൊടുത്തു. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. എല്ലാവരും പോയിട്ട് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് കഴുകിയൊക്കെ എടുത്താൽ മതിയല്ലോ. പിന്നെ നോൺ വെജിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തിരക്ക് പിടിച്ച പണികളൊന്നുമില്ല ഇന്ന്. പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ട്, അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനകത്ത് ഇടണം. ഇത്രയൊക്കെ ആണ് ഇന്നത്തെ നമ്മളുടെ പണികൾ. പിന്നെ ഒന്ന് തൂത്തുവാരണം, തുടയ്ക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ ബാക്കിയുള്ളത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.